ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും റാനിയാസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോം ടൂർ ആണ്. ഒരു പഴയ വീടാണ്, ഞങ്ങൾ മിഡിൽ ക്ലാസിന്റെ വീടാണ്, വലിയ റിച്ച് ഫാമിലി ഒന്നല്ല. അപ്പൊ ആദ്യം തന്നെ കാണിക്കുന്ന ഗേറ്റ് ആണ്. കണ്ട ഒരു സൗണ്ട്, ആ പുരാതനമായ ഏതോ ഞാൻ ജനിക്കണേക്കാട്ടി മുന്നുള്ള ഗേറ്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മളെ വീട്. രണ്ട് സൈഡിൽ അപ്പുറത്തിപ്പുറത്തൊക്കെ തിമ്മാന്റെ കുറെ ചെടികളുണ്ട്. അതൊക്കെ ഞാൻ പിന്നെയുള്ള വീഡിയോയിൽ കാണിച്ചു തരും. അപ്പൊ ഇതാണ് നമ്മളെ വീട്. പിന്നെ വീടിന്റെ മേലെ ഷീറ്റാണ് ഇട്ടിക്കണേ, പിന്നെ മേലെ വിറക് വെച്ചിക്കണേ, പിന്നെ മഴ പെയ്താലൊക്കെ അലക്കിയ ഡ്രസ്സൊക്കെ മേലെയാണ് വിരിക്കാറ്. പിന്നെ ഇത് എന്റെ ഹസ്ബൻഡിന്റെ വീടാണ് കേട്ടോ. പിന്നെ വീട്ടിൽ ഞാൻ, ഹസ്ബൻഡ്, മൂന്ന് മക്കള്, ഇപ്പ, ഇമ്മ, മൂന്ന് അനിയന്മാര്, ഒരു അനിയത്തി, ഇവരെല്ലാരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. വീട് പിന്നെ പുതിയ വീടൊന്നല്ല, ഒരു പഴയ വീടാണ്. 10-40 വർഷമൊക്കെ പഴക്കമുണ്ടാവും ഈ വീടിന്. പിന്നെ ഫ്രണ്ടില് ഗ്രില്ലാണ്, ഗ്രില്ലിന്റെ ഡോറാണ് വെച്ചിട്ടുള്ളത്. ഞാൻ തുറന്ന കുറെ പെയിന്റ് ഒക്കെ പോയിട്ടുണ്ട്, എന്റെ കല്യാണത്തിന്റെ അന്ന് പെയിന്റ് അടിച്ചാണ്. പിന്നെ രണ്ട് ഡോർ ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ വിചാരിച്ചു രണ്ട് ഡോറ്, ഇതാണ് ഫ്രണ്ട് ഡോറ്. പിന്നെ സൈഡില് ഇരിക്കാനുള്ള ഒരു സെറ്റ് ഉണ്ട്, ചെറിയ ബെഞ്ച് പോലത്തെ, പിന്നെ ഒരു കസേര ഉണ്ട്. പിന്നെ മേലെ ഫാനൊക്കെ കണ്ടിട്ടാണ്, അതൊക്കെ നടത്തിട്ട് ചെറിയ കുഞ്ഞ ഫാന്. പിന്നെ എന്തൊക്കെ അറബിയിലൊക്കെ എഴുതിയത്. പിന്നെ മറ്റേ ഡോർ എന്ന് പറഞ്ഞാല് അത് ഇവിടുന്ന് തുറക്കാം, ആ റൂമിൽ നിന്നും തുറക്കാം. അങ്ങനെ തുറക്കുന്നില്ല. പക്ഷെ ഇതുവരെ ഞാൻ തുറന്ന കണ്ടിട്ടൊന്നുമില്ല. എന്തിനു കൊടുത്തിരുന്ന പടച്ചാനല്ലാതെ അറിയില്ല. ഈ റൂമിൽ നിന്ന് ഇതാണ് ഇപ്പാന്റെ ഇമ്മാന്റെ റൂം. അവിടെ ഉമ്മ നിലത്ത് കിടക്കുന്നുണ്ട് ചൂടായിട്ട്, അതാണ് അവിടെ ഫാനൊക്കെ ഇട്ടിരിക്കുന്നത്. പിന്നെ അടുത്ത റൂം വരുന്നത് ഹസ്ബൻഡിന്റെ അനിയന്റെ റൂമാണ്. അതിൽ പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കാനൊന്നുമില്ല. ഒരു അലമാര, പിന്നെ ഫാന്, അങ്ങനെ ബെഡ് കെട്ടില്ല, അങ്ങനത്തെ സംഭവങ്ങൾ. അങ്ങനത്തെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കാനൊന്നും ഈ റൂമിലില്ല. പിന്നെ ഈ വീട്ടില് രണ്ട് റൂം ഓട്, രണ്ട് റൂം വാർപ്പ്, അങ്ങനെയാണ് വരുന്നത്. പിന്നെ മെഡലൊക്കെ കിട്ടിയിരിക്കുന്നു, ഫസ്റ്റ് പ്രൈസ്. കുട്ടി കൊള്ളാം. അങ്ങനെ പിന്നെ ഇത് എല്ലാ 4 റൂമും ഡൈനിങ് ഹാളിനാട്ട വരുന്നത്. അങ്ങനെ അത്ര ഉള്ളു ഈ റൂമിൽ കാണിക്കാൻ. പിന്നെ ഡൈനിങ് ഹാളിന്റെ ഒരു സൈഡിലായിട്ട് ഒരു തയ്യൽ മെഷീൻ ഉണ്ട്. ഇതും അങ്ങനെ അങ്ങനെ വലിയതൊന്നും അടിക്കലില്ല. അങ്ങനെ കീറിയത്, പിന്നെ ഷേപ്പ് ആക്കാൻ, അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമില്ലേ, അങ്ങനത്തെ ഒക്കെ മാത്രമേ ടൈം അടിക്കലുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂമാണ് കേട്ടോ. അത് റൂമിൽ എല്ലാവരും കൂടി ലാപ്ടോപ്പിൽ ഇരുന്ന് ഗെയിം കളിക്കണം. ഇത് രണ്ട് കുട്ടികളുണ്ട്, പിന്നെ ഹസ്ബൻഡിന്റെ അനിയനും കൂടി. അങ്ങനെ പിന്നെ ഇത് ബാത്റൂം. പിന്നെ ഇത് ടൺട്രൻഡ് ഓടാത്ത ക്ലോക്ക്. ഒരു ക്ലോക്ക് ഇവിടെ വെച്ചിരുന്നു, എന്തിനാ ചോദിച്ചാൽ എന്തിനാന്ന് അറിയില്ല, വെറുതെ ഷോക്ക് വെച്ചാൽ തോന്നുന്നു. എന്നും അതിൽ 8:45 സമയം. പിന്നെ ഇവിടെ വാഷ് ബേസ്, ഒരു ടേബിള്, അങ്ങനെയൊക്കെ. ടേബിളുമ്മ കണ്ടില്ല കസാര വെച്ച് കണ്ട, ഇതാണ് എന്റെ റൂം. എന്റെ റൂമിന്റെ ഹാൻഡിൽ ആരെങ്കിലും ശ്രദ്ധിക്കാം. തക്കുടുമണി ഇവിടെ കിടക്കുന്നുണ്ട്, കണ്ട തക്കുടുമണി ഉറങ്ങി നീച്ചിക്കണ്. തക്കിടേ ചുരുക്കിട്ടപ്പോ ഇതാണ് നമ്മളെ തക്കുടുമണി. ഐവിൻസാദ് എന്നാട്ട് കുട്ടിയുടെ പേര്. ഇതാണ് എന്റെ റൂം. മക്കളെ, എന്റെ റൂം കണ്ടിട്ട് ആരും നെട്ടണ്ട. ഇതാണ് എന്റെ കോലം. ഞങ്ങള് 3 കുട്ടികളും ഹസ്ബൻഡും ഒക്കെ പാടെ ഇതിലാണ് കിടക്കല്. എന്റെ കണ്ണാടി, അലമാരുടെ കണ്ണാടിക്കൊക്കെ പൊട്ടിയിരിക്കുകയാണ്. അതൊക്കെ കുട്ടികൾ നശിപ്പിച്ചിട്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ഡൈനിങ് ഹാളാണ് കേട്ടോ. പിന്നെ കാണുന്നത് അടുക്കളയ്ക്ക് പോണ വഴി. അടുക്കളയ്ക്ക് പോണ വഴിയിലെ പാസിംഗിൽ ഒരു പുരാതന കാല ഒരു അലമാറുണ്ട്. പിന്നെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജിൽ എന്താ ഉള്ളത്? അച്ചാറ്. അച്ചാറല്ലാതെ വേറെ ഒരു വസ്തു ഇല്ല കേട്ടോ ഫ്രിഡ്ജിന്റെ ഉള്ളില്. പിന്നെ ഇങ്ങനെ പോയ അടുക്കള. ഇതാണ് നമ്മൾ അടുക്കള മക്കളെ. അടുക്കള കണ്ടില്ലേ? ടേബിള് ഇന്ത്യയുടെയും കേരളത്തിന്റെ ഒക്കെ ഭൂപടം പോലെ ഉണ്ട് ടേബിള്. പിന്നെ അവിടെ ഒരു ബെഞ്ച്. ഈ ബെഞ്ചൊക്കെ ഏതോ പുരാതന കാലത്ത് ഇന്ത്യ വല്യപ്പാന്റെ കാലത്തുള്ള തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ വാഷിംഗ് മെഷീൻ കണ്ട, ഏതാ വാഷിംഗ് മെഷീൻ? അത് അവിടെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് എന്നല്ലാതെ യാതൊരു ഉപകാരമില്ല. അത് ഓടുന്നില്ല, അതങ്ങനെ പക്ഷെ ഒരു ഷോക്ക് വാങ്ങിച്ചിട്ടതാണ്. പിന്നെ ഇങ്ങനെ ഇവിടെ റാക്ക് അടിച്ചിരിക്കുന്നു. റാക്കിൽ മഞ്ഞപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. പിന്നെ ഗ്യാസ്, പിന്നെ ഇവിടെ റാക്ക്. പിന്നെ ഇതാണ് നമ്മൾ അടുപ്പ്. പിന്നെ ഗ്രില്ലായിട്ട് കൊടുത്തിക്കണേ. അപ്പൊ ഇവിടെ സിങ്ക് ഉണ്ട്. പിന്നെ ഇത്ര ഉള്ള നമ്മളെ അടുക്കള, ഇത്ര ഉള്ള നമ്മളെ വീട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ മറ്റു വീഡിയോ കാണാൻ.